സങ്കീർത്തനങ്ങൾ 31:12-14 വാക്യങ്ങളിൽ മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നുകളഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. നീ എൻ്റെ ദൈവം എന്നു ഞാൻ പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ ഉടഞ്ഞുപോയ പാത്രം പോലെ തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ക്രിസ്തുയേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവർ പോലും നിങ്ങളുടെ തകർച്ചയിൽ നിങ്ങളെ കൈവിട്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. യെശയ്യാവ് 49:15 ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറഞ്ഞ യഹോവ ഒരിക്കലും നിങ്ങളെ മറന്നുകളകയില്ല. യിരെമ്യാവ് 18:4 കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയതും, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തതും യഹോവ യിരെമ്യാവിനെ കാണിച്ചതിനു ശേഷം 6-ാം വാക്യത്തിൽ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ? കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ ആർക്കും പണിതെടുക്കുവാൻ സാധിക്കാത്ത വിധം നിങ്ങൾ എത്ര ഉടഞ്ഞുപോയ പാത്രം പോലെ ആയിരുന്നാലും, അത് നിങ്ങളുടെ വിദ്യാഭ്യാസമോ ജോലിയോ കുടുംബമോ തലമുറകളോ അവരുടെ ഭാവിയോ ഇങ്ങനെ ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങൾ നിരാശപ്പെടാതെ ദൈവത്തിൽ അധികം ആശ്രയിക്കുക. എന്നാൽ അതിനെ പണിതെടുത്ത് മനോഹരമാക്കുവാൻ നമ്മുടെ ദൈവമായ യഹോവ സർവശക്തനാകുന്നു. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ദൈവം നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുക. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.